സിന്ദൂരരേഖ ഭാഗം 2. ബന്ധുക്കളും അയൽപ്പക്കക്കാരും സമുദായ അംഗങ്ങളുമെല്ലാം കൂട്ടത്തോടെ അവരുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയോ? ചെറുക്കനോട് സമ്മതമാണോ എന്ന് ചോദിക്കണ്ടേ? അതുമാത്രമല്ല, സമയം പോകുന്നു. മുഹൂർത്തം കഴിയാൻ ഇനി 15 മിനിറ്റേ ഉള്ളൂ. ആരോ ഒരാൾ പറഞ്ഞതും ഗോപന്റെ മിഴികൾ തൻ്റെ ഇളയ മകനെ തേടി. അതുലേ, അവൻ എന്തിയേ? എല്ലാ കാര്യങ്ങളും കേട്ട് കിളി പറഞ്ഞ പോലെ കണ്ണും മിഴിച്ച് നോക്കുന്ന ആരിൻ്റെ കൂട്ടുകാരനോടായി ചോദിച്ചു. അവൻ നോക്കിയിടത്തേക്ക് എല്ലാവരും ഒരേപോലെ നോക്കിയിരുന്നു. ആ സമയം കുറച്ച് ദൂരെയായി നിലത്ത് കിടക്കുന്ന കല്ലിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആരോടോ പിന്തിരിഞ്ഞ് സംസാരിക്കുന്നുണ്ടവൻ. ശരീരം തെന്നി മാറുന്നുണ്ട്. അവൻ്റെ നിൽപ്പും കാട്ടായവും കണ്ട് സച്ചിന് വല്ലാത്തൊരു ചിരി വരുന്നുണ്ടായിരുന്നു. ആതിര അവൻ്റെ കയ്യെ പിടിച്ചൊന്ന് നുള്ളി വിട്ടു. ചിരിക്കല്ലേ സച്ചേട്ടാ, പാവം നിൻ്റെ അമ്മയുടെ ഒന്നും അറിയാത്ത കുഞ്ഞുവാവല്ലേ ഇന്ന് ആതിരാത്രി കൂടാൻ പോകുന്നത്. അതോർക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. ആതിര ഇനിയൊന്നും പറയല്ലേ എന്ന രീതിയിൽ ദയനീയമായി നോക്കിയതും എത്ര വേണ്ടാന്ന് വെച്ചിട്ട് സച്ചിന് ചിരി വന്നു. ചുണ്ട് കടിച്ചു പിടിച്ച് സഹിച്ചു നിന്നു. അല്ല, അവൻ ഇവിടെ നടന്നതൊന്നും അറിഞ്ഞില്ലേ? പ്രകാശം മുണ്ടും മടക്കി കുത്തി അങ്ങോട്ട് നടക്കാൻ തുടങ്ങിയതും അതിലും വേറെ 2-3 കൂട്ടുകാരും അയാളെ തടഞ്ഞു. ഞങ്ങൾ പോയി പറയാം അങ്കിളെ, വാടാ. കൂടെയുള്ളവൻ്റെ കയ്യിൽ പിടിച്ചു അതിൽ വേഗതയിൽ നടന്നു. എല്ലാം ഒരുതരം പ്രാകൃത വേഷമാണ് ഇട്ടിരിക്കുന്നത്. കൊള്ളാവുന്ന രൂപം അതുലിൻ്റെ മാത്രമാണ്. നല്ല മോനും അതിന് പറ്റിയ കുറേ കൂട്ടുകാരും. ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോകും ഗോപ. കാള കളിച്ച് നടക്കുക. എന്നും ഉത്തരവാദിത്വം ഉണ്ടാകുമോ നിന്റെ മോന്? പ്രകാശം കുറച്ച് ദേഷ്യത്തോടെ തന്നെ തൻ്റെ പെങ്ങളെയും അളിയനെയും നോക്കി പറഞ്ഞു. ഗോപൻ കേട്ടു നിന്നതേ ഉള്ളൂ. കാരണം അയാൾ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. ഡാ ആര്യ, അതുലിൻ്റെ വെളിയിൽ ഫോൺ ചെയ്തുകൊണ്ട് നിന്നിരുന്നവൻ പിന്തിരിഞ്ഞു. മുൻപോട്ട് അനുസരണയില്ലാതെ പോലെ കിടക്കുന്ന മുടിയൊന്ന് കോതി വിട്ടവൻ. മുൻപിൽ കുറച്ച് നിറം ചെയ്ത മുടി, ഒരു പച്ച നിറമുള്ള ഷോർട്ട് ജുബയും അതേ കരയുള്ള മുണ്ടുമാണ് അവൻ്റെ വേഷം. കഴുത്തിനും ചെവിയോടും ചേർന്ന് എന്തോ ഒരു ടാറ്റ് ചെയ്തിട്ടുണ്ട്. ചുണ്ടിൽ മനോഹരമായ ചിരിയുമുണ്ട്. ആ എടി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അവൻ ഫോണിൽ തന്നെ ഉമ്മ കൊടുത്തുകൊണ്ട് കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടു. എടാ ആര്യ, നീ ഇവിടെ നടക്കുന്നു വല്ലതും അറിയുന്നുണ്ടോ? എന്താണെന്ന രീതിയിൽ നോക്കി നെഞ്ചിൽ കൈയും കെട്ടി കാറിലേക്ക് ചാരി നിന്നു. എടാ, നിന്റെ ചേട്ടൻ ഏതോ ഒരു പെണ്ണുമായി ഒളിച്ചോടി. അവരത് പറഞ്ഞതേ കൈ ഉയർത്തി കോളറെ പിടിച്ച് പൊക്കിക്കൊണ്ട് കണ്ണടച്ച് തല കുലുക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ നീയാണോ അവരെ ഒളിച്ചോടാൻ സഹായിച്ചത്? അല്ലാതെ പിന്നെ ആര്? എത്രയായാലും എൻ്റെ ചേട്ടനല്ലേ. അവൻ ചെയ്തത് തെറ്റാണ്. എന്നാലും കൊച്ചു വെളുപ്പം കാലത്ത് വന്ന് കൈയും കാലും പിടിക്കുമ്പോൾ എന്തു ചെയ്യും? ഇറങ്ങി അനിയൻ്റെ കടമ ചെയ്തു കൊടുത്തു. സത്യം പറഞ്ഞ 2 പ്രണയങ്ങളെ ഒന്നിച്ചപ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷം. ആരും കാറിലേക്ക് ചാരി നിന്ന് പറഞ്ഞു, ആഹാ, സ്വന്തമായി കുഴി കുഴിച്ച് അതിലേക്ക് ചാടുക എന്ന് പറയുന്നതും ഇതിനാകുമല്ലേ? അതിൽ ചോദിച്ചതും മനസ്സിലാകാത്ത രീതിയിൽ അവരെ പുരികം ചുളിച്ചു നോക്കി ആര്യ. നീ എന്താ ഉദ്ദേശിച്ചത്? അതുലിൻ്റെ നേർക്ക് നിന്നവൻ ചോദിച്ചു. എന്നാൽ ഇനി മകൻ്റെ കടമ കൂടി ചെയ്തോളൂ എന്ന്. അവർ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് തന്നെ അങ്ങോട്ട് വന്നിരുന്നു സച്ചിനും പുറകെ ആതിരയും. എന്താ സച്ചേട്ടാ? അതൊക്കെയുണ്ട്. എൻ്റെ കുഞ്ഞളിയൻ ഇങ്ങോട്ട് വാ, പറഞ്ഞു തരാം. ഇത്ര വലിയ കാര്യം ചെയ്തതല്ലേ. നല്ലൊരു സമ്മാനം അവിടെ ഒരുങ്ങിയിരിപ്പുണ്ട്. അത് വന്നു മാലയിട്ട് കൈപ്പറ്റിക്കോളൂ പറഞ്ഞുകൊണ്ട് സച്ചിൻ കയ്യിൽ പിടിച്ചു വലിച്ചിരുന്നു. സ്വതവേ ചേച്ചിയുടെ ഭർത്താവിന് അത്ര പിടുത്തമില്ല ആര്യന്. എപ്പോഴും തൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അച്ഛൻ്റെ ചെവിയിൽ ഓതി കൊടുക്കുകയാണ് പ്രധാന ജോലി. എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെ ഓരോ കാര്യങ്ങൾ സമ്മതിപ്പിച്ച് താൻ പൈസ പിടുങ്ങും. അതിൻ്റെ ഇടയ്ക്ക് വന്ന് നാരദം കളിച്ച് എല്ലാം ഒടിച്ചു മടക്കി 4 കൈ തരും. അമ്മാതിരി അളിയനാണ്. സച്ചിൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പുറകോട്ട് നിന്നു ആര്യൻ. എന്നാ ചേട്ടാ ഈ കാര്യം പറയൂ. നീ വാടാവൂവേ. എല്ലാവരും അവിടെ അവർ പോയി സങ്കടത്തിൽ നിൽക്കുമ്പോൾ നീ ഇവിടെ സുള്ളിക്കൊണ്ട് നിൽക്കുന്നത് മോശമല്ലേ? സൊള്ളാൻ സ്വന്തമായ പ്രോപ്പർട്ടിയെ അങ്ങ് വെച്ച് തരാം. എന്താ? അവൻ ഒരിക്കൽ കൂടി പിടിച്ചു വലിച്ചു മുമ്പോട്ട് നടന്നു. പുറകെ മറ്റുള്ളവരും പുറകോട്ട് തിരിഞ്ഞു കൂട്ടുകാരെ നോക്കി എന്താണെന്ന് പുരികമുയർത്തി ചോദിച്ചു ആര്യൻ. കഴുത്തിലുള്ള കൈ കൊണ്ട് വെട്ടുന്ന പോലെ കാണിച്ചു രാഹുൽ. എന്താന്ന്? ഇഞ്ഞു വാ കുഞ്ഞളിയ. നടക്കാതെ പുറകോട്ട് നോക്കി നിൽക്കുന്നവനെ ഒന്നുകൂടി വലിച്ചു മുമ്പോട്ട് നടന്നു സച്ചിൻ. ഈശ്വര, എല്ലാം കുഴഞ്ഞു മറിഞ്ഞോ? അവനെ കിട്ടാത്ത ദേഷ്യത്തിന് എനിക്കിട്ട് കിട്ടുമോ? പോക്കറ്റ് മണി കട്ട് ചെയ്യുമോ? വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ? ബൈക്കിന് ഇനി എങ്ങനെ പെട്രോൾ അടിക്കും? നഖം കടിച്ചുകൊണ്ട് കുറച്ച് മാറി തന്നെ നോക്കി നിൽക്കുന്ന അച്ഛനിൽ മാത്രമായി നിന്നു മിഴികൾ. ഇങ്ങനെ കലിപ്പിലാണല്ലോ ഈശ്വര. ഇനി അമ്മച്ചി തന്നെ ശരണം.
അമ്മയെ നോക്കുമ്പോൾ അവിടെ മിഴികൾ നിറഞ്ഞ് തുളുമ്പി ഇടയ്ക്ക് പുതിയ പട്ടുസാരി തൂത്തുവിടുന്നുണ്ട്. ഗോപൻ അടുത്തേക്ക് വന്ന് അവൻ്റെ തോളിൽ ചേർത്ത് പിടിച്ച് മുൻപോട്ട് നടന്നതും അച്ഛൻ്റെ പുതിയ ഭാവം വിശ്വസിക്കാൻ കഴിയാതെ അമ്മയെ നോക്കി. അവിടെ ആകെ ദയനീയ ഭാവമാണ്. ചേച്ചിയുടെ മുഖത്ത് ഭയങ്കര ആശ്വാസവും. എല്ലാവരും എന്നെ തുറിച്ചു നോക്കുന്നുണ്ട്. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് നിലത്തിരിക്കുന്ന ചേട്ടൻ വിവാഹം ചെയ്യാനിരുന്ന ആ പെണ്ണിനെയും കരയുന്ന അവളുടെ അമ്മയെയും. മനസ്സിലെന്തോ കൊത്തി വലിച്ചതുപോലെ തോന്നി. നീ അറിഞ്ഞായിരുന്നോ ആനന്ദ് പോയത്? എൻ്റെ വാക്കിന് വില കൊടുക്കാതെ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണിൻ്റെ കൂടെ പോയി. ഇത്രയും ആളുകളുടെ മുമ്പിൽ നിന്ന് നാണം കെടുത്തി. അയ്യോ, ഞാൻ അളിയൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞേ. ചെന്ന് വിളിച്ചിറക്കി 2 കൊടുക്കണം അച്ഛാ. മുണ്ടും മടക്കി കുത്തി വീറോടെ പറയുന്നവനെ ഞെട്ടി നോക്കിപ്പോയി അവൻ്റെ കൂട്ടുകാർ. അവൻ്റെ പ്രകടനം കണ്ട് ചിരിച്ചുപോയി സച്ചിനും. പാവം പിടിച്ചൊരു കുടുംബത്തിനെ ഇങ്ങനെ ചതിച്ചു പോകാൻ എങ്ങനെ തോന്നി ചേട്ടന്? ഇപ്പോൾ കണ്ടില്ലേ, ചേട്ടനെ കണ്ടു പഠിക്കാൻ എപ്പോഴും പറയുമായിരുന്നല്ലോ. പഠിച്ചിരുന്നാൽ ഞാനും ഇതുപോലെ ആകുമായിരുന്നില്ലേ? ഞാനാണെങ്കിൽ ഇതുപോലൊരു ചതി ചെയ്യില്ല. എൻ്റെ അച്ഛൻ പറയുന്നതേ ഞാൻ ചെയ്യൂ. എൻ്റെ കുടുംബത്തിൻ്റെ അഭിമാനം അതാണ് എനിക്ക് വലുത്. അവൻ അച്ഛൻ്റെ 2 കൈ കൂട്ടിപ്പിടിച്ച് പറഞ്ഞു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. എത്ര അലമ്പ് കാണിച്ചാലും അവസാനം തനിക്കൊരു താങ്ങായത് ഇവനാണല്ലോ എന്ന് ഓർത്തു അയാൾ. അച്ഛൻ പറയുന്നത് നീ കേൾക്കില്ല മനോട്ട, ഉറപ്പ്. ആ കയ്യിൽ കൂട്ടിപ്പിടിച്ചു ആര്യൻ. എടാ ആര്യ, നീ പെട്ടു. അവൻ്റെ കാതോരം വന്ന് രാഹുൽ പറഞ്ഞതും കണ്ണൊന്ന് കുറുകി മനസ്സിലാക്കാതെ നോക്കി ആര്യൻ. അതെ, ചടങ്ങ് തുടങ്ങട്ടെ. പെൺകുട്ടിയെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോരെ. ഹരിയെ നോക്കി പറഞ്ഞുകൊണ്ട് ആര്യൻ്റെ കയ്യിൽ പിടിച്ച് ആളുകൾക്കിടയിലൂടെ മണ്ഡപത്തിലേക്ക് നടന്നു ഗോപൻ. എടി ചേച്ചി, എന്താ? തലചരിച്ച് ആദരിയോട് ചോദിച്ചു. നിന്റെ കല്യാണം. എന്ത്? അച്ഛാ, എൻ്റെ കല്യാണമോ? എനിക്കതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. സത്യം 24 ആയിട്ടില്ല. അവൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് നിർത്തി പറഞ്ഞു. അത് നിന്റെ ഫോൺ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പ്രായമായില്ല എന്ന്. അതിക്രമിച്ചുവെങ്കിലേ ഉള്ളൂ. ഇനിയും നീ ഇങ്ങനെ നിന്നാൽ നാട്ടുകാർക്ക് പണിയാകും. അച്ഛാ, ദയനീയമായി വിളിച്ചുപോയി ആര്യൻ. ഇരിക്ക്, എൻ്റെ വാക്ക് അത് നീ കൂടി എതിർത്താൽ പിന്നെ ജീവനോടെ ആരും കാണില്ല എന്നെ. കുറച്ച് പറഞ്ഞ ആ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തി ഉണ്ടായിരുന്നു. അച്ഛൻ കയ്യിൽ ബലം പിടിച്ചതും കീ കൊടുത്ത പാവയെപ്പോലെ ഇരുന്നു കൊടുത്തു. ഉള്ളിലെ തീ വിയർപ്പായി വെളിയിലേക്ക് തിരിച്ചു വന്നതും അളിയൻ ദുവാല കൊണ്ട് ഒപ്പിത്തന്നു. അങ്ങേരെ കലിപ്പിച്ചൊന്നും നോക്കാനും മറന്നില്ല. പെൺകുട്ടിയെ വിളിച്ചോളൂ. ആരോ പറയുന്നത് കേട്ടു. മുഖം കുനിച്ചിരുന്നതേയുള്ളൂ, നോക്കാനേ പോയില്ല. ചേട്ടന് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണ്. പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ല. അന്ന് നിശ്ചയത്തിനൊന്ന് കണ്ടതല്ലാതെ അറിയില്ല. ഒന്നറിയാം, ആ പെണ്ണിന് എന്നെക്കാളും പൊക്കമുണ്ട്. നോക്കടാ കുഞ്ഞളിയ, നിന്റെ പെണ്ണ്. കൂതറ അളിയൻ കുനിഞ്ഞു വന്ന് പറയുമ്പോൾ ദേഷ്യം കടിച്ചു പിടിച്ചിരുന്നു. അതെ, മറ്റുള്ള ചടങ്ങ് പിന്നെ നടത്താം. താലികെട്ട് നടക്കട്ടെ. മുഹൂർത്തം കഴിയാറായി. 2 മിനിറ്റേ ഉള്ളൂ. ആരോ പറയുന്നുണ്ട്. എൻ്റെ മുഖത്തിന് നേരെ നീണ്ട മഞ്ഞ ചരടിനെ മാത്രം കണ്ടു. കെട്ടട താലി. മുഖം ഉയർത്തുമ്പോൾ കാണുന്നത് ആജ്ഞാപിക്കുന്ന അച്ഛനെയാണ്. അല്ല, ഈ ആര്യൻ്റെ മാത്രം ATM. വേറൊന്നും നോക്കിയില്ല. 2ഉം കൽപ്പിച്ച് മേടിച്ച് കണ്ണു മടച്ച് മുഖത്തേക്ക് പോലും നോക്കാതെ കെട്ടിത്തുടങ്ങി. ദേഹത്തേക്ക് അരളിപ്പൂക്കൾ കുന്നോളം വീഴുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട്. അപ്പോഴേക്കും എൻ്റെ കയ്യിലേക്ക് അവളുടെ കൈ വെച്ച് തന്നിരുന്നു. ഒന്ന് ചേർത്ത് പോലും പിടിക്കാതെ ആ കൈ എൻ്റെ ഉള്ളം കയ്യിൽ നിന്ന് വിറകൊള്ളുന്നത് അറിഞ്ഞു. തുടരും. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.